ഇപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഇഷ്ടംപോലെ ഡേറ്റ ഉണ്ടാവും. പേഷ്യൻ്റ് ഡേറ്റാബേസ്, പേഷ്യൻറ്റുകളുടെ എക്സ്റേ അല്ലെങ്കിൽ അവരുടെ സ്കാൻ റിപ്പോർട്ടുകൾ, സാധനങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രൈവറ്റ് വേറൊരു സ്ഥലത്ത് കൊടുക്കാമെന്നൊരു വലിയൊരു വിഷയമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നമുക്ക് ഇൻഫറൻസ് നടത്തണം. അപ്പോൾ നിങ്ങൾ നോക്കിയെടുത്ത് ഇൻഫറൻസ് ആണ്, ഡോക്ടർക്ക് ഇതെല്ലാം കൊടുത്ത് ഈ സാധനങ്ങളിൽ നിന്ന് ഇൻഫറൻസ് നടത്താൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ഇങ്ങനത്തെ സാധനങ്ങളുടെ സിഗ്നിഫിക്കൻസ്. നമുക്ക് പ്രൈവറ്റായിട്ട് ഇങ്ങനത്തെ മോഡൽസ് LLMs ഓടിക്കാം, പ്രൈവറ്റ് LLMകൾ ഓടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഈ മോഡലുകൾ എടുത്തിട്ട് അതിനെ ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ ആ കണ്ടക്സ്റ്റിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പെസിഫിക് ഡൊമൈനിലേക്ക് നമുക്ക് അതിനെ റീഇൻഫോഴ്സ് ചെയ്ത് നമുക്ക് പുതിയ മോഡൽസ് ഉണ്ടാക്കാം. അപ്പോൾ അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡേറ്റ ഇൻഫറൻസുകൾ, ഡേറ്റനെ ബേസ് ചെയ്ത് ഡിസിഷൻ മേക്ക് വേണ്ട എല്ലാ സ്ഥലത്തും ഇത് ഉപയോഗിക്കാൻ പറ്റും. ആകുന്ന ടെക്നോളജി റിട്രൈവൽ ഓഗ്മെൻറ്റഡ് ജനറേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ നിങ്ങളുടെ ഒരു സ്പെസിഫിക് ഒരു ഡേറ്റാ സെറ്റിൽ മാത്രം ഉത്തരം പറയാം. അപ്പോൾ അത് പലപ്പോഴും പല ഗുണമുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് കിട്ടിയാൽ അത് 800 പേരും 1000 പേജും ഉണ്ടാവും. ഇതിൽ നിന്നൊരു ഒരു ഇൻഫറൻസ് നടത്തിയിട്ട് ഒരു ബേസിക് എന്തൊക്കെയാണ് എൻ്റെ സാധനം ഉണ്ടാക്കണം നമുക്ക് എളുപ്പമല്ല. ഒരു സമ്മറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ സാധനങ്ങളിൽ നിന്നെല്ലാം കൂടെ എടുത്തിട്ടൊരു ജിസ്റ്റ് ഉണ്ടാക്കിയല്ലേ ചെയ്യണ്ടേ. അപ്പോൾ അത്തരം സംഗതികൾ പല സ്ഥലത്ത് ഗവൺമെൻറ്റിലാണ് എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയത്. ഉദാഹരണത്തിന് നിങ്ങളൊരു വില്ലേജ് ഓഫീസിൽ പോയാൽ അവിടെയുള്ള രേഖകൾ ആയിരക്കണക്കിനാണ് അല്ലേ, അവിടെയുള്ള പലതരം റോളുകളുണ്ട്. ഇതൊന്നും വില്ലേജ് ഓഫീസർക്കും അറിയില്ല, നമുക്കും അറിയുന്നുണ്ടായില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എൻ്റെ പറമ്പ് റോഡിൽ നിന്ന് ഇത്ര മീറ്റർ അകലെയാണ്, ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു പുഴയുണ്ട്, ഇതിൻ്റെ സൈഡിൽ കൂടെ ഇന്ന സാധനങ്ങൾ, അപ്പുറത്തെ പറമ്പിൽ വലിയ ഒരു ആളുകൾ വരുന്നൊരു സ്ഥലമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എൻ്റെ പറമ്പിൽ എന്തൊക്കെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ ഇല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അത്തരം വളരെ ഡീറ്റെയിൽഡ് ക്വറികൾ ഇത് ആൻസർ ചെയ്യാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കോമൺ ലാംഗ്വേജിൽ ഇത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വില്ലേജ് ഓഫീസർക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ മനസ്സിലാവാത്ത, അല്ലെങ്കിൽ അത് അവരുടെ കയ്യിലില്ലാത്ത ഡേറ്റ എടുത്ത് റിസർച്ച് നടത്തി ചെയ്യേണ്ട കാര്യം നമുക്ക് ഇൻസ്റ്റൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ വന്നിട്ടില്ല, ബട്ട് ഇറ്റ്സ് പോസിബിൾ. ഒരു പേഷ്യൻ്റ് നിങ്ങളുടെ ഒരു ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ ഇയാളുടെ പോലെ ഇതിനു മുമ്പ് പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടോ, സിമിലർ സർക്കംസ്റ്റൻസസിൽ, സിമിലർ ജീവിത രീതികളിൽ വന്ന ഏജ് ഗ്രൂപ്പിലോ ഉള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ ഇതിനു മുമ്പുണ്ടെങ്കിൽ അയാളെ ഇതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്തത് എന്ന്, ഇപ്പോഴും വന്ന പേഷ്യൻറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തതെന്ന് നമുക്ക് ഒരു കോറിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ കോറിലേഷൻസ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റിയാണ് തെളിഞ്ഞു വരുന്നത് ഇപ്പോൾ ഇതിനകത്തുനിന്ന്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് അത് അങ്ങനത്തെ ഇതിനകത്തേക്ക് കൊടുത്താൽ ഇത് ഉണ്ടാവുന്നില്ല. ഇങ്ങനത്തെ ഈ മോഡലുകളെ നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെയുള്ള യൂസ് കേസസിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അത് പലതരത്തിലായിരിക്കും അത് നമ്മൾ അഫക്റ്റ് ചെയ്യുക. നമ്മൾ വിചാരിക്കാത്തത് പലതരത്തിലുള്ള യൂസ് കേസുകളും ആയിരിക്കും ഉണ്ടാകുക. അത് ട്രീറ്റ്മെൻറ്റിലാവട്ടെ, ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലാവട്ടെ, നിങ്ങളുടെ ഗവേണൻസിലാവട്ടെ, ഈവൻ ട്രാൻസ്പോർട്ട്, അങ്ങനെയുള്ള എല്ലാം പലതരം ഉള്ളത്. നമുക്ക് ക്രൗഡ് മൂവ്മെൻറ്റ്, അങ്ങനെ ലോട്ട് ഓഫ് തിങ്സ് വി ആർ ഡീലിങ് എവറി ഡേ. അപ്പോൾ അതിനൊക്കെ ഇത്തരം കേസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഇത് ഈ മോഡൽ നിങ്ങൾ വേറെ കാര്യം ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഈ ഒരു AI മോഡൽ നിങ്ങളിപ്പോൾ ഈ ഓപ്പൺ AIയോട് ഡീപ്സീക്കിനോട് എന്ത് ചോദിച്ചാലും പറഞ്ഞു തരികയല്ലേ. അപ്പം നമ്മുടെ ഭൂമി ഉണ്ടായിട്ട് 4.7 ബില്യൺ മറ്റോ ഇയേഴ്സ് അല്ലേ ആയി. അതുമുതൽ ഇതുവരെ മനുഷ്യൻ കൺസോളിഡേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാത്തരം അറിവുകളുടെ ഒരു കണ്ടൻസ്ഡ് ഫോമാണ് ഇപ്പോഴത്തെ മോഡൽ അല്ലേ. അതിനോട് എന്ത് ചോദിച്ചാലും പറയല്ലേ. ഇല്ലെങ്കിൽ അതിനെ നമുക്ക് ഇല്ലാത്ത ഒരു സാധനത്തിന് അതിനകത്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുകയില്ലേ. അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. ഇതൊരു ഹ്യൂജ് നോളജ് ബേസാണ്. നമ്മളെന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ ഒരു 70 വർഷമൊക്കെ 74 വയസ്സൊക്കെയാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമുക്കത് അക്യൂർ ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. അത് ജനറേഷൻസായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ അക്യൂർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് പല രീതിയിലാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് മക്കൾക്കായിട്ടായിരിക്കും, അടുത്ത സ്റ്റുഡൻസിനായിരിക്കും പകർന്നു പോവുക. അപ്പോൾ ഇത് അറ്റ് വൺ പോയിന്റ് എവറിത്തിങ് ഈസ് കണ്ടൻസ്ഡ് ഇൻ എ സൂപ്പർ ഹ്യൂമൻ തിങ്. ഇതിൽ എല്ലാ സാധനങ്ങളും കണ്ടൻസ് ചെയ്ത് നമ്മുടെ കയ്യിലായി, അത് ഓരോരുത്തരുടെയും കയ്യിലായി. അപ്പോൾ അത് ഒരു ചെറിയ ഡിസ്റപ്ഷൻ അല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ജീവിതത്തിലും ഉണ്ടാക്കാൻ പോകുന്നത്.